പത്രോസിന്റെ ലേഖനം ഭാവികരമായ പ്രത്യാശയെ കുറിക്കുക. യോഹന്നാന്റെ ലേഖനം ഇങ്ങനെ പ്രത്യാശയുള്ളവർ സ്നേഹിച്ചോണം, അന്യോന്യം. മിണ്ടാതെയും കൈ കൊടുക്കാതെയും ഒന്നും പോകരുത്, സ്നേഹിക്കണമെന്ന്. ഒരു സഭയിലാ കൂടുന്നത്, കൈ കൊടുക്കുകയില്ല, മിണ്ടുകയില്ല, ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോവുകയില്ല. വലിയ ബുദ്ധിമുട്ടാണ്. സ്തോത്രം. സ്നേഹിക്കണം, സ്നേഹിക്കണം. സ്നേഹം ചീർക്കുന്നില്ല, അയോഗ്യമായിട്ടൊന്നും നടക്കുന്നില്ല. എന്നോട് പറഞ്ഞു ഒന്നും പറയരുതെന്ന്, അതുകൊണ്ട് കോളാമ്പിയുള്ളതുകൊണ്ടൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, സ്നേഹിക്കണം തമ്മിൽ തമ്മിൽ. അതാണ് യോഹന്നാന്റെ ലേഖനമെല്ലാം നമുക്ക് ഉപദേശം തരുന്നത്. യൂദായുടെ ലേഖനം പഠിപ്പിക്കുന്നത് ഈ വിധത്തിൽ നിന്നാൽ നമ്മളെ വീടാതെ വണ്ണം സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. വീടാതെ വണ്ണം നമ്മളെ സൂക്ഷിക്കുന്നൊരു ദൈവം. അങ്ങനെ വീടാതെ വണ്ണം സൂക്ഷിച്ച് വെളിപ്പാട് പുസ്തകം ഒറ്റ വാക്ക് പറഞ്ഞാൽ നിത്യതയിൽ എത്തിക്കും. അതെ. അപ്പൊ ഈ ലേഖനങ്ങളെല്ലാം ഉപദേശപരമായ വിഷയങ്ങളാണ്. നമ്മൾ ഇന്ന് രാത്രി എബ്രായ ലേഖനത്തിൽ നിന്ന് വാക്യം വായിച്ചിരിക്കുന്നത്. അതെ, നിങ്ങൾക്കറിയാം, പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളിൽ ഏതാണ്ട് 14 ലേഖനം പൗലൂസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. അതിൽ 13 ലേഖനം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം. ഒരു ലേഖനം അല്പ തർക്കവും വാദവും ഉണ്ട്. എങ്കിലും ലേഖനം നന്നായി പഠിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകും ഇത് പൗലോസ് തന്നെ എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിലെ അധ്യായങ്ങളും അധ്യായത്തിൻ്റെ ഘടനകളും പദങ്ങളും പ്രധാന പദങ്ങളും അതിൻ്റെ പദപ്രയോഗങ്ങളും പഴയ നിയമ പ്രവചന പുസ്തകത്തിലേക്ക് വാക്യ സൂക്തങ്ങൾ എടുത്ത് പൗലോസ് ചില വിഷയങ്ങൾ കോർത്ത് ചേർത്ത് ഇണക്കി ചില വിഷയങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് കൊണ്ട് ഈ എബ്രായ ലേഖനം പഠിക്കുന്ന ഒരു വേദപണ്ഡിതാവിന് മനസ്സിലാകും ഇത് പൗലോസ് തന്നെ എഴുതിയതാ എന്ന്. പറഞ്ഞാൽ ന്യായപ്രമാണത്തെ പറ്റി അഗാധ പാണ്ഡിത്യമില്ലാത്ത ഒരുവന് ഇത് എഴുതുവാൻ അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ ഗില്ലേലിൻ്റെ കൊച്ചുമകനാകുന്ന ഗമാലിയലിൻ്റെ പാഠപഠത്തിൽ നിന്ന് ന്യായപ്രമാണത്തിൻ്റെ എല്ലാ വശങ്ങളും നല്ല സസൂക്ഷ്മം പഠിച്ച ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. അപ്പോൾ തന്നെ പുതിയ നിയമത്തിലെ 3 ലേഖനം, പൗലോസിന്റെ 14 ലേഖനത്തിൽ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം, 3 തർജ്ജന ലേഖനമാണ്. ഞാൻ എപ്പോഴും പറയും ഈ 3 ലേഖനം തർജ്ജന ലേഖനമാകാൻ നാടൻ ഭാഷ പറഞ്ഞ 3 പെശകിനെതിരെയുള്ള ലേഖനമാണ്. 3 പെശക്. അത് 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. ഗലാത്യ ലേഖനം ഉപദേശ പെശകിനെതിരെയുള്ള ലേഖനമാണ്. കൊരിന്ത് ലേഖനം ജീവിത പെശക് കണ്ടവരെ കറക്റ്റ് ചെയ്യാൻ എഴുതിയ ലേഖനമാണ്. എബ്രായ ലേഖനം വിശ്വാസത്തിൽ പെശക് സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. ഗലാത്യ ലേഖനം നമുക്കറിയാം ഉപദേശ പെശക. കാരണം ഗലാത്യ വിശ്വാസികളുടെ ഇടയിൽ, സഭയ്ക്കിടയിൽ ഈ നുഴഞ്ഞു കയറ്റക്കാർ നുഴഞ്ഞു വന്നെന്നാണ് എഴുതിയേക്കുന്നത്. നുഴഞ്ഞു വന്നെന്ന് വായിച്ച 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കാം. 2:4. അച്ചായൻ വായിക്കുന്നതിൽ എനിക്ക് സങ്കടമായി. എന്നാലും ജെയിംസ് വാസാണോ വായിക്കുന്നത്? ആരെങ്കിലും വായിച്ചതാ? ദൈവത്തിന് മഹത്വം. അതോ 2:4. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ. ഈ പദമാണ് യൂദായും കൊടുത്തിരിക്കുന്നത്. യൂദാ 3 ഒന്ന് വായിച്ചോ ജെയിംസ് മാസ്റ്ററെ. യൂദാ 3:4 വായിച്ചു. അപ്പൊ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാകും. അവിടെ നുഴഞ്ഞെന്നൊരു പദമുണ്ട്. ഫാൻ ഉള്ളത് കൊണ്ട് താളം നിൽക്കുകയല്ല. യൂദാ 3. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നെന്ന. അപ്പൊ ഇവിടെയും കൊടുത്തിരിക്കുന്ന പദം നുഴഞ്ഞു വന്നെന്ന. ഗലാത്യ ലേഖനത്തിനും കൊടുത്തിരിക്കുന്നത് നുഴഞ്ഞു കയറ്റക്കാർ സഭയെ വരുന്നത് സഭയ്ക്ക് ഗുണം വരുത്താനല്ല, സഭ മുടിക്കാൻ വരുന്നതാണ്. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ആരും നുഴഞ്ഞു വന്നതല്ല. പിന്നെ താമസിച്ച് വരുന്നവരാരും കാണണമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നത് കാണാം. അത് നശിപ്പിക്കാൻ വന്നതല്ല, ആരും അറിയരുത്. പമ്മിയുടെ ഞാൻ കണ്ട് കയറി പോകുന്നത് അങ്ങനായി നുഴഞ്ഞു വരുന്നത്. അപ്പോൾ പേപ്പറൊക്കെ എടുക്കുമ്പോൾ ചില പത്രത്തിൻ്റെ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കാണാം വാർത്ത, പലസ്തീൻ സേന നുഴഞ്ഞു കയറി. മനോരമ ചില ദിവസങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് പാകിസ്ഥാൻ സേന നുഴഞ്ഞു കയറി. അപ്പൊ ഈ നുഴഞ്ഞു വരുന്നത് ഗുണം പിടിപ്പിക്കാൻ വരുന്നതല്ല. പാകിസ്ഥാൻ സേന ഇന്ത്യയിലോട്ട്, എൻ്റെ ഭാഷയാ, കാമ്പിമുള്ളിനിടയിൽ കൂടെ നുഴഞ്ഞു വരുന്നത് ഇന്ത്യക്ക് ഗുണം വരുത്താനല്ല, ഇന്ത്യയെ നശിപ്പിക്കാനാ. ഈ അന്തസ്സായിട്ട് വരിക എന്ന്
ഇന്ത്യ ഗേറ്റിൽ കൂടെ വന്ന് അതിൻ്റെ ചുമതലപ്പെട്ടവരെ അറിയിച്ച് അതിൻ്റെ സല്യൂട്ടുമൊക്കെ സ്വീകരിച്ച്, അതല്ലേ അതിൻ്റെ മര്യാദ. അതാ മര്യാദ. കമ്പിയുടെ ഇടയിൽ കൂടെ വരുമ്പോൾ ഓർത്തോണം, ഇന്ത്യക്ക് ഗുണം. അന്നേരം നിന്നെ കാച്ചിക്കളയും. അതിനൊക്കെ ആൾക്കാരുണ്ട്. അല്ലത് ചെയ്യണം, നുഴഞ്ഞു വരരുത്. ഇന്ന് രാത്രി ഇവിടെ വന്നാൽ നിങ്ങൾ ദൈവദാസന്മാരും ദൈവമക്കളും നുഴഞ്ഞു വന്നവരല്ല. നിങ്ങളെ ക്ഷണിച്ചു, നോട്ടീസ് കിട്ടി, കാര്യങ്ങൾ പറഞ്ഞു, എല്ലാവരും അന്തസ്സായിട്ട് വന്നു. നിശ്ചയിക്കപ്പെട്ടതായ കസേരയിൽ എല്ലാവരും മാന്യമായിട്ട് വരുന്നു. ഇവിടെയും ഇരിക്കുന്നു, അവിടെ ഇരിക്കുന്നു, പാട്ടുകാര്, എല്ലാം അന്തസ്സായിട്ട് വന്നവരാ. ഇവിടെ ആരും നുഴഞ്ഞു വന്നിട്ടില്ല. അതിന്റെ കാരണം പറയാ, നിങ്ങളുടെ ഉദ്ദേശം നല്ല ഉദ്ദേശമാണ്. ഈ നല്ല ഉദ്ദേശമില്ലാത്ത ആൾക്കാരാണ് നുഴഞ്ഞ് കയറുന്നത്. നേരും ചൊവ്വനും വരികയല്ല. അല്ല, നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ, ഞാൻ ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. ഇങ്ങനെ ദുരുപദേശക്കാർ സഭയ്ക്കകത്ത് നുഴഞ്ഞു വന്നു. പക്ഷേ പൗലോസിന്റെ വാദം, ഇങ്ങനെ ദുരുപദേശക്കാർ നുഴഞ്ഞു വരുമ്പോൾ അടുത്ത പദം ഒന്ന്, അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ലെന്ന. ജെയിംസ് പാസ്റ്റർ ആ പദവും കൂടെ ഒന്ന് വായിച്ചു. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ലെന്നുണ്ട്. 4 മുതൽ വായിച്ചു. അതോ അത് കാറ്റ് ഞാൻ പിടിച്ചു തരാം. കുഴപ്പമില്ല, വായിച്ചു. അതോ നുഴഞ്ഞു വന്ന സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. അടുത്തത്, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടത്. അയ്യോ, സുവിശേഷത്തിന്റെ സത്യം. എന്താ സുവിശേഷം? ഒരു കാര്യം പെട്ടെന്ന് പറയാം. എന്തുവാണ് സുവിശേഷം? ആളെ കൂട്ടുകയോ, ബഹളം ഉണ്ടാക്കോ, റോഡ് ബ്ലോക്ക് ചെയ്യുകയോ, നാട്ടുകാരുടെ സൗകര്യം കെടുത്തുകയോ, വണ്ടിയെല്ലാം വേറെ വഴി കൂടെ തിരിച്ചുവിടുന്ന, അതൊന്നുമല്ല സുവിശേഷം. വടിവാള് ചുടറ്റി ആൾക്കാരെ മതത്തിൽ ചേർക്കുക, അതൊന്നുമല്ല സുവിശേഷം. തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ആൾക്കാരെ മതത്തിൽ, അതല്ല സുവിശേഷം. ഭീഷണി അല്ല സുവിശേഷം. ആളെ കൂട്ടുകയല്ല, തത്വസംഹിതകളെ നിരത്തി വെക്കുകയല്ല, വാഗ്ധോരണിയാൽ ആൾക്കാരെ ആകർഷിക്കുന്നതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറ്റുകയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാ. അത് മറ്റാരുമല്ല, നമുക്കറിയാം, നസറയനാകുന്ന യേശു ക്രിസ്തു. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യം നമുക്ക് മനപാഠമാ. അതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, മതം മാറ്റമല്ല, മനം മാറ്റമല്ല, സഭ മാറ്റുകയല്ല, നാട്ടുകാരുടെ സൗകര്യം കെടുത്തുകയല്ല, മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കന്യാസൂനുമായി ഈ ഭൂമിയിൽ അവതരിച്ച നസറയനാകുന്ന യേശു ക്രിസ്തു കന്യകാസൂതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവേൽ ഇവൻ താനേ. കന്യകാസൂതനായി ധരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവേൽ ഇവൻ താനേ. നാരികിൻ സന്തതി ബന്ധാനേ. ആദികിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി ബന്ധാനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ.
അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, നസറായനാകുന്ന യേശു ക്രിസ്തു. ഓടിച്ചെന്നിട്ട് കാര്യം പറയാം. എന്നോട് സുനിൽ മാസ്റ്റർ പറഞ്ഞു, അച്ഛാ അതൊക്കെ പറയണേന്ന് പറഞ്ഞു. എന്നോട് എന്നിട്ട് ഇറക്കി പറഞ്ഞിട്ടില്ല, അവിടെ പ്രസംഗിച്ചത് ഒന്നുകൂടെ, എന്നാ പിന്നെ ഒന്നുകൂടി ഇരിക്കട്ടെ. അല്ല, പുള്ളിനെ അനുസരിക്കണമല്ലോ. ദൈവത്തിന് മഹത്വം. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനായി സുവിശേഷം? സകല മനുഷ്യരും രക്ഷപ്പെടാൻ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ പഠിക്കുമ്പോൾ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് സുവിശേഷം സകല മനുഷ്യരും രക്ഷപ്പെടാനാ. രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ഓർത്തോണം, സുബോധം ഉണ്ടായിരിക്കണം. സുബോധത്തോടെ സുബോധം അങ്ങനെ ജെയിംസ് മാസ്റ്റർ, സുബോധം എന്നൊരു മതമുണ്ട്, ഉണ്ട്. അതിന് അങ്ങനെ സുബോധം ഒന്നിനും സുബോധമില്ല. സുബോധം ഒരെണ്ണത്തിനും ഇല്ല. സഭയോടാ ഇത് പറയുന്നത്. ഒന്നിനും സുബോധമില്ലെന്നേ. ആർക്കൊക്കെയാ സുബോധമില്ലാത്ത? ഒന്ന് വായിച്ചു, ഇടയ്ക്ക് കയറി പറയാം. 2:1 വായിര്. തീത്തോസ് 2:1. നിങ്ങളെന്നെ ഒന്ന് സഹായിക്കണേ. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മലവും ഗൗരവവും. അപ്പം വൃദ്ധന്മാർക്ക് സുബോധമില്ല. ഒറ്റ വാക്കി പറഞ്ഞ അപ്പന് സുബോധം. 60 കഴിഞ്ഞാൽ എല്ലാവരും അല്ല, 60 കഴിഞ്ഞാൽ ചിലതിന് സുബോധം ഇല്ല. പാടാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പാടും, ചുരുക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നിർത്തത്തുമില്ല. സുബോധമില്ലെന്ന് ചിലതിന്, എല്ലാവരുടെയും കാര്യമല്ല. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, നമ്മുടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് അഭിമാനകരമായി പറയാൻ ധാരാളം കർത്തൃദാസന്മാരുണ്ട്. ചിലരൊക്കെ കടന്നുപോയി, ചിലരെ ദൈവം ശേഷിപ്പിച്ചു. അതിൽ ഞാൻ എപ്പോഴും പറയും, നമ്മുടെ അടൂരിലെ ബെഞ്ചമിൻ വർഗീസ് അവറുകൾ എന്ത് സുബോധത്തോടും പരിജ്ഞാനത്തോടും പ്രാർത്ഥിക്കുന്നത്. യോഗമൊക്കെ കഴിയുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ കൊടുത്താൽ എന്ത് നല്ല ഞാൻ ഒത്തിരി അദ്ദേഹത്തെ ഉള്ളുകൊണ്ട് ബഹുമാനിക്കുന്ന ആളാണ്. നല്ല സുബോധമാണ്. എന്നാൽ വേറെ ചിലരെ കൊണ്ടൊരു സുബോധം ഒരാളെ പണ്ട് അടക്കത്തിന് വിളിച്ചു. പുള്ളിയോട് പറഞ്ഞ് പുള്ളി അടക്കാണ്ട് വേറൊരാളടക്കാൻ. അപ്പോൾ പുള്ളി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. സുബോധമില്ലാത്ത പ്രാർത്ഥനയാണ്. ഞാൻ പേര് മാറ്റിയാ പറഞ്ഞത്, ആ പേരൊന്നുമല്ല. എന്തിനാ വെറുതെ അലോഗ്യം ഉണ്ടാക്കുന്നത്. അപ്പം അടക്കാൻ വേറൊരാളെ വിളിച്ചു. പുള്ളി ആ സെൻട്രൽ പാസ്റ്റ് പുള്ളിയെ കൊണ്ട് അടക്കിച്ചില്ല. എന്തോ അവർ തമ്മിലുള്ള. അപ്പോൾ പുള്ളി പ്രാർത്ഥിച്ചു, കർത്താവേ, ജോയിക്കുട്ടിയുടെ ശവസംസ്കാര ശുശ്രൂഷ ഞാനാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്തുകൊണ്ടോ എന്നെ മാറ്റി വെച്ച് ഇന്നയാളെന്നെ വിളിച്ചു. എന്താണെന്ന് ഞാൻ വന്നവരും കൂടെ അറിഞ്ഞു. അങ്ങനെയുണ്ട്. സുബോധമില്ല. എന്നാ ചെയ്യാനാ? സെൻട്രൽ പാസ്സാണ് പറഞ്ഞിട്ടൊന്നും കൊടുത്ത ജിപ്പായിട്ടോ വല്ലതും സുബോധം വരുമോ? അപ്പം വന്നവരും കൂടെ അറിഞ്ഞ്, മറ്റേത് അവർ വീട്ടുകാർ മാത്രമേ അറിഞ്ഞുള്ളൂ. വേറൊരു ഓർഡിനേഷൻ ശുശ്രൂഷയിൽ ഞാനും ഉണ്ടായിരുന്നു. ഈ കക്ഷി തന്നെ എഴുന്നേറ്റ് പറഞ്ഞു, ഇപ്പോൾ ഓർഡിനേഷൻ ലഭിക്കേണ്ട ദൈവദാസന്മാരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ പേര് വിളിച്ചു. ഓരോരുത്തരുടെ പേര് പറഞ്ഞു. മുൻപ് പ്രസ്പെക്ടറിയിൽ അംഗമായിരുന്നത് ഇപ്പോൾ അല്ലാത്തതുമായ ഇന്നയാളും കൂടെ. അത് നാട്ടുകാരറിഞ്ഞു. പുള്ളി നേരത്തെ ആയിരുന്നെന്നും ഇപ്പോൾ ഒന്നും അല്ലെന്നും. എന്നാ ചെയ്യാനാ? അപ്പോൾ വൃദ്ധന്മാർക്ക് സുബോധം വേണം. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മലവും ഗൗരവവും സുബോധമുള്ളവരായിരിക്കണം. 60 കഴിഞ്ഞാൽ ചിലർക്ക് സുബോധമില്ല. ചിലക്ക് പിന്നെ പ്രായമായി കഴിയുമ്പോൾ അസ്വസ്ഥതയാ. അവർ പിന്നെ ഒഴിവ് കഴിയുവാ പറയുന്നത്. പണ്ട് ഒരാളെ അങ്ങോട്ട് വിളിച്ചല്ലോ, യെരുശലേമിലോട്ട് വരാൻ. പുള്ളി പറഞ്ഞു, എനിക്കിപ്പം വയ്യാന്ന് പറഞ്ഞു. 80 കഴിഞ്ഞെന്ന്. ആ വാക്യം ഒന്ന് വായിച്ചേര്. ശാമുവേലിന്റെ 2-ാം പുസ്തകം 19-ാം അധ്യായത്തിന്റെ 31 മുതൽ വായിച്ചേ. വിഷയമല്ലെങ്കിലും പെട്ടെന്ന് ഓർമ്മ വന്നത് കൊണ്ട്. ശമൂവേലിന്റെ 2-ാം പുസ്തകം കണ്ണിക തുടങ്ങുന്നിടത്ത് അവിടെ വലതുവശത്ത് ഗിലിയാദിനായ ബർസില്ലായും രൊഗേലീമിൽ നിന്ന് രാജാവിനെ യോർദാൻ അക്കരെ. അടുത്തത് ബർസില്ലായോ
80 വയസ്സുള്ള ഒരു വല്യപ്പന പ്രായമായി. പിന്നെ രാജാവ് മഹനീമിൽ പാർത്തിരുന്ന കാലത്ത് ഈ പുള്ളിയാ കൊണ്ട് ഭക്ഷണ പദാർത്ഥം എല്ലാം കൊണ്ട് കൊടുത്തത് അല്ലേ? പുള്ളി കാശുകാരനാ. പുള്ളിക്ക് കാശ് കൊണ്ട് കൊടുക്കാനും അറിയാറ്. നമുക്ക് കാശുണ്ട്, പക്ഷെ കൊടുക്കാൻ അറിയത്തില്ല. ചിലക്ക് കൊടുക്കാൻ അറിയാൻ കാശുമില്ല. രണ്ടും ഉള്ളവരും ഉണ്ട്. പുള്ളിക്ക് ഇത് രണ്ടും ഉണ്ടെന്നുള്ളതാ. അവൻ മഹാധനികനായിരുന്നു രാജാവ്. അപ്പൊ ഇവൻ മകനെയും ഈ പാർത്ത കാലത്ത് ഈ പുള്ളി കൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്തത് എന്തൊക്കെയാ? 17:27 വായിച്ചേ. പുറകോട്ട് വേണ്ട ചേച്ചി. 17:27 കൊടുത്തത് തന്നെ എന്തൊക്കെയാന്ന്? 17:27 അമ്മോന്യരുടെ രബായിൽ നിന്ന് നാഹാശിന്റെ മകൻ ശോബി, ലോദബാരിൽ നിന്ന് അമ്മിയേലിന്റെ മകൻ മാഖീർ, രഗേലിമിൽ നിന്ന് ഗിലെയാദ്യൻ ബർസില്ലായി. അപ്പോൾ ദാവീദ് മഹനയീമിൽ ചെന്നപ്പോൾ, മഹനയീമിൽ എത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഹാശിന്റെ മകൻ ശോബി, ലോദബാരിൽ നിന്ന് അമ്മിയേലിന്റെ മകൻ മാഖീർ, രഗേലിമിൽ നിന്ന് ഗിലെയാദിനായ ബർസില്ലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടുകള ജനത്തിനും ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലര്, അമരക്ക, പയറ്, പരിപ്പ്, തേന്, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്ന് കൊടുത്തു. ജനം മരുഭൂമിയിൽ വിശുദ്ധം ദാഹിച്ചു മരിക്കുമല്ലോ എന്ന് ഇതെല്ലാം കൊണ്ട് കൊടുത്തു. ഈ കൊടുത്ത വ്യക്തി ദാവീദ് തിരിച്ചു വന്നപ്പോൾ യോർദാൻ കടക്കാൻ പുള്ളിയും വന്നു. അതാണ് 19:31. ഗിലെയാദിനായ ബർസില്ലായും രൊഗേമിൽ നിന്ന് ദാവീദിനെ യോർദാനക്കര കടക്കുവാൻ വന്നു. ബർസില്ലായോ 80 വയസ്സുള്ള വയോധികനായിരുന്നു. ദാവീദ് മഹനയീമിൽ പാർത്തിരുന്ന കാലത്ത് ഈ പുള്ളിയായിരുന്നു ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് കൊടുത്തത്. ദാവീദ് അവനോട്, നീ എന്നോട് കൂടെ യെരൂശലേമിലേക്ക് ഒന്നുകൂടെ വായിച്ചോ. ദാവീദ് അവനോട് രാജാവ് ബർസില്ലായോട് എന്നോടുകൂടെ പോരുക, ഞാൻ നിന്നെ യെരൂശലേമിൽ എന്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കുമെന്ന് പറഞ്ഞെടുത്തത്. ഉടനെ ബർസില്ലായി ഉഴപ്പുക. ബർസില്ലായി രാജാവിനോട് പറഞ്ഞത്, ഞാൻ എന്തിനാ ഇപ്പൊ രക്ഷിക്കപ്പെടുന്നേ? ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടതാ. എപ്പം? തോമാസിലേക്ക് വന്നില്ലായിരുന്നു. എവിടെ? യോടി കൊടുങ്ങല്ലൂര്. അന്ന് ഞങ്ങളുടെ വല്യപ്പൻ ഒരാളൊരിക്കൽ അടുത്ത കാലത്ത് ഇപ്പം ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നതാണ്. അപ്പം വേറൊരു പറഞ്ഞത് കമ്മിറ്റി കൂടിയപ്പം ഭാഷ കേട്ടപ്പം മനസ്സിലായെന്ന് പറഞ്ഞു. കമ്മിറ്റി കൂടിയപ്പോഴേ ഞങ്ങൾക്ക് പിടി കിട്ടി. അവിടുന്ന് തന്നെ ദൈവത്തെ കൊടുങ്ങല്ലൂരാന്നിനി. അതിൻ്റെ ഒരു ശാഖ എന്നെ വർത്താനം കേട്ടപ്പോഴേ മനസ്സിലായി. അപ്പൊ ഇവര് ഒഴുകഴി പറയുക, ഞാനെന്തിനാ ഇനി യെരൂശലേമിലോട്ട് വരുന്നേ? എനിക്കിപ്പോ 80 വയസ്സുണ്ടെന്ന്. അങ്ങനല്ലയോ? വായിച്ചേ. അല്ല 80 ഒന്നൊരു കണക്ക്. എനിക്കിപ്പോ 80 വയസ്സുണ്ട്. 80. ഞാനിനി എത്ര നാള് ജീവിച്ചിരിക്കും? അടുത്തത് നല്ലതും ആകാത്തതും ഇപ്പൊ തിരിച്ചറിയാൻ പറ്റുന്നില്ല. സംഗീത ഭക്ഷണപാനങ്ങളുടെ സ്വാദും ഇപ്പം വലിയ ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെ സംഗീതക്കാരുടെയും സംഗീതക്കാർത്തികളുടെയും സ്വരം എനിക്കിനി കേട്ട് രസിക്കാമോ? ഇപ്പൊ രസിക്കാനൊന്നും പറ്റുന്നില്ല. ഇങ്ങനെ വന്നിരിക്കുന്നുള്ള ഇടയ്ക്കിടയ്ക്ക് ഉറക്കം തൂങ്ങുന്നുണ്ട്. രസിക്കുന്നൊന്നുമില്ല. ഇതിൽ തന്നെ രസിക്കണമെന്ന് അത് പറ്റുന്നില്ല. അടുത്ത വാക്യമായിരുന്നു, യജമാനായ രാജാവിന് ഭാരമായി തീരുന്നത് എന്തിന്? ഈ പൊട്ടത്തരമൊക്കെ വിളിച്ചു പറയാതിരിക്കണ്ടേ? എനിക്കിപ്പോ 80 വയസ്സുണ്ടെന്ന് വയ്യെന്ന് ഒഴിവുകഴി പറയുക. രാജഭൃത്യന്റെ മകന്റെ കല്യാണത്തിന് വിളിച്ചപ്പോഴും വിളിച്ചവരല്ല ഒഴിവുകഴിയാ പറഞ്ഞത്. ഒരുത്തനെ നിലം മേടിച്ചു, ഒരുത്തനെ കാളയുടെ പുറകെ പോയി, ഒരുത്തന്റെ കല്യാണം. സാറ് ഒരു വരി എഴുതി, ഒഴികഴി ഓരോ തരം പറഞ്ഞൊരു നേരം ഒരുത്തന് നിലത്തിനായി മനസ്സിൽ വിചാരം. ഒഴികഴി ഓരോ തരം പറഞ്ഞൊരു നേരം ഒരുത്തനു നിലത്തിനായി മനസ്സിൽ വിചാരം. നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനു സാരം. മുടക്കുണ്ട് കാളകളാൽ അപരനു പാരം. നിജ സ്ത്രീയിൽ ലയിക്കയാൽ പാരം. മുടക്കുണ്ടു കാളകളാൽ അപരനു പാരം. രാജാൽ മജ വിരുന്നതിൽ വിവരം. രാജാ
മകസാര രാജാൽമജ വിരുന്നതിൻ വിവരം. വൃത്യരാമനെ വരിഞ്ഞു കെട്ടി വൈരം തേടി വൃത്യരാമനെ വരിഞ്ഞു കെട്ടി വൈരം തേടി പട്ടണത്തിനു പുറത്ത് മതിലിങ്ക കൂടി ഒട്ടുമട്ടി കാണാതുള്ള കൂരിട്ടിൽ പേടി പെട്ട് നരകത്തിൽ താഴ തള്ളിയു വച്ചോടി രാജാൽമജ വിരുന്നതിൻ വിവരം. രാജാൽമജ വിരുന്നതിൻ വിവരം. ഈ ഉപമയോ മകസാരം രാജാൽമജ വിരുന്നതിൻ വിവരം. അപ്പൊ ശ്രദ്ധിക്കുക, ഇവരെല്ലാം ഒഴിയുകടി പറയുക. 80 വയസ്സുള്ള പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി പറയുക, എനിക്കിപ്പോ 80 ഉണ്ട്, നല്ലതുമാകാത്തതൊന്നും തിരിച്ചറിയാൻ മേല, ഭക്ഷണപാനങ്ങളുടെ സ്വാദൊന്നും ഒക്കത്തില്ല, സംഗീതക്കാരുടെയും സംഗീതക്കാരുടെയും പാട്ടൊന്നും കേട്ടിപ്പോ രസിക്കാനും ഒക്കുന്നില്ല, ഞാൻ യജമാനന് ഭാരമാകുമെന്ന്. ആരാ പറഞ്ഞേ? ബ്രസിലായി 80-കാരൻ. നിങ്ങൾക്ക് വചനത്തിലൊക്കെ തിട്ടമുള്ള ആദരണീയ കർത്തദാസന്മാരാ. 80-കാരൻ ഒഴിവുകടി പറഞ്ഞ് വയ്യ, ഓ ആ അന്നാരം ആണ്ട 85-കാരൻ പറയാം, അന്നത്തെ വില എനിക്ക് ഇന്നും ഉണ്ടെന്ന്. മോശ എന്നെ അയച്ചത് അന്നത്തെ ആരോഗ്യവും ബലവും. 85-കാരൻ 80-കാരൻ പരുവക്കേടായി. 85-കാരൻ പറയാ 40-ലാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നത്. ഇപ്പം 45-ൽ ഇറങ്ങി വന്ന് 40 വർഷം ആമൻ ചെയ്തു, വേല ചെയ്തു. അന്നത്തെ ആരോഗ്യം എനിക്ക് ഇന്നുമുണ്ട്. പടയ്ക്ക് പോകാനും പട കൂടാനും പട മുറുക്കാനും ആമിന് ഒക്കെ നല്ല ബലമാ. അമാലേക്കനൊന്നും എനിക്ക് വിഷയമല്ല, അനാക്കൻ എനിക്ക് വിഷയമല്ല, ഹെബ്രോ മലയൊന്നും എനിക്ക് വിഷയമല്ല, കിരിയത്ത് അർബയും എനിക്ക് വിഷയമല്ല. അന്നത്തെ ആരോഗ്യം എനിക്ക് ഇന്ന് ഉണ്ടെന്ന്. ഇന്ന് രാത്രി ഈ അനുഭവം ഉള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ശരീരത്തിന് ക്ഷീണം കാണും, രോഗപീഠകളൊക്കെ കാണും, പക്ഷെ ആത്മാവിലൊരു ക്ഷീണവും കാണരുത്. അന്നത്തെ ആരോഗ്യം ഇന്നും ഉണ്ടായിരിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്.